ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങ് വേണം. ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒരു ഗ്രേറ്ററിലിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. 2 ഉരുളക്കിഴങ്ങാട്ടോ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് കഴുകിയെടുക്കാം. ഇതിന് വെള്ളം ആവശ്യമില്ല. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കഴുകി മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് വേണം. തേങ്ങാക്കൊത്ത് അല്ലെങ്കിൽ തേങ്ങ ചിരകി ചേർത്താലും മതിയാവും. പിന്നെ 3-4 പച്ചമുളകും പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ ചേർക്കാവുന്നതാണ്. മല്ലിയില ഇല്ലെങ്കിൽ കറിവേപ്പില ചേർത്താലും മതി. വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് തിളച്ച് കിട്ടണം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം കൊണ്ട് തന്നെ ഉരുളക്കിഴങ്ങും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ നന്നായിട്ടൊന്ന് കുറച്ച് വയ്ക്കാം. അതിനുശേഷം ഇതിലേക്ക് റവയാണ് ചേർക്കേണ്ടത്. അപ്പോൾ 1 കപ്പ് റവ ചേർക്കാം. വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. തീ നന്നായിട്ട് കുറച്ചതിന് ശേഷം റവ കുറേശ്ശായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സാധാരണ ഉപ്പുമാവിനൊക്കെ ചെയ്യുന്ന രീതിയിൽ തന്നെ ആക്കിയെടുത്താൽ മതിയാവും. അപ്പോൾ നന്നായിട്ട് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും തന്നെ കട്ടയില്ലാത്ത വിധം ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ചൂടോട് കൂടി തന്നെ നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഒരു പ്ലേറ്റിലേക്ക് ഒരല്പം ഓയിലും കൂടി തേച്ച് പിടിപ്പിക്കാം. ഒട്ടിപ്പിടിക്കാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റവയുടെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ റവ നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ചെറിയ ബോൾസ് ആക്കിയിട്ട് അങ്ങനെയും ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഇത് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ നല്ലതുപോലെ തണുത്താൽ പെട്ടെന്ന് തന്നെ നന്നായിട്ട് നല്ല ഷേപ്പായിട്ട് നമുക്ക് കിട്ടും. ഇതിപ്പോൾ അല്പം ചൂടോടുകൂടി തന്നെയാണ് എടുക്കുന്നത്. എന്നാൽ പോലും നമുക്ക് നല്ല ഷേപ്പായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഓരോന്നും കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല. നമുക്ക് ചെറിയ ബോൾസ് ആക്കി എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഷേപ്പ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഓരോന്നും ഇതേപോലെ തന്നെ എടുക്കുക. അപ്പോൾ നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് നമുക്കിതിട്ട് വറുത്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വറുത്തെടുത്താൽ മതി. പെട്ടെന്ന് ഒരു സൈഡ് ഈ ഒരു കളറായതിനു ശേഷം മറിച്ചിട്ട് കൊടുക്കുക. 2 സൈഡും നല്ലൊരു ഗോൾഡൻ കളർ ആവണം. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിരിക്കും. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മാക്സിമം ഒരു 10 മിനിറ്റ് മതി നമുക്ക് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. വളരെ സിമ്പിളാണ്. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ബാക്കിയുള്ള സ്നാക്സും ഇതേ രീതിയിൽ തന്നെ നമുക്ക് വറുത്തെടുക്കാം. പിന്നെ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഫ്രീസറിൽ കട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള സ്നാക്ക് റെഡിയാണ്. അപ്പോൾ ഈ റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.